ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആകുന്നതാണ്. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുടി നരയ്ക്കാൻ തുടങ്ങുന്നവരുണ്ടല്ലോ, ചിലർക്ക് 25 വയസ്സാകുമ്പം 20 വയസ്സാകുമ്പോൾ കുട്ടിപ്പിള്ളേര് ഇവർക്കെല്ലാം മുടി നരയ്ക്കാൻ നേരത്തെ, ഇപ്പോഴത്തെ കാലത്തിൻ്റെ ആണോ എന്താണോ ആഹാരത്തിൻ്റെ ആണോ എന്നാന്നറിയത്തില്ല, മുടി എന്താണേലും നേരത്തെ ഇപ്പം എല്ലാവരുടെയും നരയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ നരയ്ക്കാൻ തുടങ്ങുന്നവർക്കും ഒരുവിധം 40-45 വയസ്സൊക്കെ ആയവർക്കും ഇത് യൂസ്ഫുൾ ആകും. ഒത്തിരി നരയായവർ ഇത് തേച്ചിട്ട് കാര്യമില്ല. ഇത് നരയ്ക്കാൻ തുടങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അടിപൊളി കാര്യമാണ്. ഹെന്ന വേണ്ട, നീലമരി വേണ്ട, ഇതൊന്നും വേണ്ട. നിങ്ങൾ ആഴ്ചയിൽ അടുപ്പിച്ച് എല്ലാ ആഴ്ചയിലും തേക്കുക. ഒരു നരച്ച മുടി കറക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാസത്തിൽ ഒന്നാക്കുക. പിന്നെ നിങ്ങളുടെ മുടി ജീവിതത്തിൽ നരയ്ക്കത്തില്ല എന്നുള്ളതാണ്. വയസ്സായി അങ്ങ് എത്തുമ്പോൾ മാത്രമേ നരയ്ക്കത്തുള്ളൂ. അല്ലാണ്ട് ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തലമുടിക്കും കേടില്ല, തലമുടി വളരുകയും ചെയ്യും. നല്ല ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. തലമുടി വളരും, കുട്ടിമുടികൾ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു അടിപൊളി ഹെയർ ഡൈ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അതാണ് ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന ഒരു ഹെയർ ഡൈ. എന്താണേലും നരച്ച മുടിയെ കറുപ്പിക്കാൻ അടിപൊളിയാണ്. റിസൾട്ട് കിട്ടും 100% ഉറപ്പാണ്. ഉറപ്പായതിനു ശേഷം മാത്രമേ നിങ്ങളുടെ ജയ കാണിക്കത്തുള്ളൂ. കാരണം എൻ്റെ കസിൻ 25 വയസ്സേ ഉള്ളൂ. അവളുടെ തലമുടി മുഴുവൻ അവിടെ ഇവിടെയൊക്കെ നര വന്നു. അവള് ഇതിനകത്ത് കണ്ടിട്ട് ചെയ്തു നോക്കിയിട്ട് ഇപ്പം അവൾക്ക് പ്രയോജനമായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പം നരയെല്ലാം കറുത്തെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് വീഡിയോ ഇടാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിലോട്ട് വന്നത്. പിന്നെ നമ്മുടെ ചെറിയ കുഞ്ഞിക്ക ജോലികളും ഉണ്ട് വീഡിയോയ്ക്കകത്ത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം. ഇന്ന് രാവിലെ നമുക്ക് കാപ്പിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ കേട്ടോ. ദോശ ഇതെന്നാടി തുറക്കാൻ പറ്റും. ദോശ, ചമ്മന്തി, സാമ്പാർ, അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ കട്ടൻ ചായ വെക്കുന്നു. അപ്പൊ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞിട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് എന്നാ ബ്രേക്ക്ഫാസ്റ്റിനെന്ന്. അപ്പൊ നമുക്ക് ഇന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പമല്ല, അടയാണ്. അപ്പം എന്ന് പറയുന്നത് ഒരു വീഡിയോ അടുത്ത വീഡിയോയിലോട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്യത്തില്ലേ. അപ്പൊ അറിയാതെ ഓരോ പ്രാവശ്യമായിട്ട് നമ്മളിങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഈ അപ്പം വരുന്നത്. എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ക്ഷമിക്കുമെന്നറിയാം അപ്പോ അടയൊക്കെ പറയുന്നതിന്. സോറി, ഭയങ്കരമായിട്ടുള്ള സോറി കേട്ടോ. സോറി, മാഫ് കീജിയെ. ഈ അപ്പം എന്ന് പറയുന്നതിന് സോറി, മാഫ് കീജിയെ കേട്ടോ. ഇതെന്നതാണെന്നറിയാവോ? ഞാൻ ഇനി കഴിവതും അപ്പം പറയാതെ നോക്കാം കേട്ടോ. ഇത് നങ്കാണേ. നമ്മുടെ കൊച്ചിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നങ്ക് വാങ്ങിച്ചു വെച്ചിട്ടില്ലായിരുന്നോ? മൂത്തയാൾ വന്നപ്പം അവന് ഭയങ്കര കൊതിയനാ. നങ്കെന്ന് പറഞ്ഞാൽ അവന് കൊതിയാ. അപ്പം നങ്കും പുളിശ്ശേരിയാണ് ഇന്നത്തെ അവന്റെ ഒരു ആഹാരം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. നങ്കും രസവും ഇഷ്ടമാണ്. ചിലപ്പോഴാണ് ഒരു രസം തിളപ്പിക്കണമെന്നുണ്ട്. പുളിശ്ശേരി ഇരിക്കുന്നു, അതുകൊണ്ടാണ് പിന്നെ രസം വേണ്ടെന്ന് വെച്ചത്. അമ്മയ്ക്കും നങ്ക് അമ്മയ്ക്കും ഇഷ്ടമാണ്. നങ്ക് അമ്മയ്ക്കും കൊടുക്കാം നമുക്ക്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് താറാമുട്ട ഇല്ല, കോഴിമുട്ടയാണ് തോരൻ വെക്കുന്നത്. അന്നേരം പാവം അമ്മയ്ക്ക് കോഴിമുട്ട എപ്പോഴും ഒക്കെ നമുക്ക് പറ്റിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ അമ്മയല്ലേ. ഇടയ്ക്കൊക്കെ ഞാൻ പറ്റിക്കും. അസുഖമൊന്നും ഇല്ലെന്ന് കാണുമ്പോൾ ഞാൻ പറ്റിക്കാറുണ്ട്. ഞാൻ അത്ര സത്യസന്ധമായ ഒരു മോളൊന്നുമല്ല. പറ്റിക്കാറുണ്ട്, വേറെയുള്ള കാര്യത്തിനല്ല, ഇങ്ങനെയുള്ള സില്ലി കാര്യത്തിന്. അതായത് താറാമുട്ടയാണ് അടിച്ചു വിട്ടിട്ട് കോഴിമുട്ടയൊക്കെ ഇടയ്ക്ക് കൊടുക്കും. ഒന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പം എനിക്ക് പറ്റിക്കാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. കാരണം ചൂട് സമയമാകുമ്പോൾ ഈ യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഉള്ളവർക്ക്, അതും നാടൻ കോഴിമുട്ടയല്ലേ, പിടിക്കത്തില്ല. തണുത്ത സമയത്തൊക്കെ ഞാൻ കൊടുക്കും. മിണ്ടത്തില്ല. പറഞ്ഞാൽ പിന്നെ പ്രശ്നം, കഴിക്കത്തില്ല. വല്ലപ്പോഴും ഒന്നും കഴിക്കുന്നതിന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്ന് ഞാൻ കൊടുക്കത്തില്ല കേട്ടോ. ഇന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ള നങ്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. നങ്ക് വറുത്തത് ഭയങ്കര ഇഷ്ടം. പിന്നെ ചക്കക്കുരും മാങ്ങയും കറി വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ കറികളൊക്കെ അതൊക്കെ വെച്ചു. പിന്നെ സില്ലി കറികളാണ് ബാക്കിയുള്ളത്. ഈ കുഞ്ഞിക്ക കറികള് നമുക്ക് വെക്കുമ്പോ ഒത്തിരി ചോറുള്ളൂ അല്ലേ. കൈയൊന്നും കഴുകട്ടെ. ചെറിയ ഇന്നും ഒരു മാങ്ങാച്ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ട്. ഇന്നലെ എൻ്റെ മൂത്ത ചേച്ചിക്കും മാങ്ങാച്ചമ്മന്തി ആയിരുന്നു.
ഒരു മിനിറ്റ്, ചേട്ടൻ വിളിക്കുന്നത്. അതെ, ചേട്ടനായിരുന്നേ. ചേട്ടൻ അവിടെ മീൻ മേടിക്കാൻ പോയിട്ടുണ്ട്. ചാകര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ ചുങ്കത്തക്കരയിലെ. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ മീൻ മേടിക്കുന്നത്. അന്നേരം അവിടെ മീൻ മേടിക്കാൻ പോയേക്കുവാണ്. ഞാനല്ലേ ഇടയ്ക്കെല്ലാം മീൻ മേടിക്കാൻ വന്നത്. അപ്പം ഇന്നത്തേക്ക് ഇപ്പം മീനുണ്ടല്ലോ, നങ്കുണ്ടല്ലോ. ഞാൻ പറഞ്ഞു നാളത്തേക്കുള്ള മീൻ ചേട്ടനാ പോവാണെങ്കിൽ മേടിച്ചേക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നിട്ട് മീൻ ഏതൊക്കെയാണെന്നും അറിയത്തില്ല, ഉള്ള കാര്യം പറയുവാണ്, അറിയത്തില്ല. അപ്പം അറിയാൻ വരാഞ്ഞിട്ടല്ല, കൊച്ചു കൂട്ടുന്ന ഏതൊക്കെയാന്നുള്ള വർഷങ്ങൾ നമ്മളല്ലേ അവരെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ ചേട്ടൻ എങ്ങനെ അറിയാനാ മീനൊക്കെ കൂട്ടുന്നത് അല്ലേ? അങ്ങനെ അപ്പൊ അതെ, മുട്ടത്തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മുട്ടത്തോരൻ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് ഉപ്പൊക്കെ ചേർക്കുന്നത്. ഇപ്പൊ ഞാൻ പഠിച്ചുപോയി, അവിടെ ഇവിടെ ഉപ്പൊന്ന് പിടിക്കുമായിരുന്നേ. ഇപ്പൊ പഠിച്ചു, എല്ലാം ആക്കി വെച്ചിട്ട് അങ്ങോട്ട് തോരൻ അങ്ങോട്ട് ഇട്ട് ഒഴിക്കുക. എന്നിട്ട് കൂടി ചിക്കി എടുക്കും, അത്രേ ഉള്ളൂ. നങ്കൊക്കെ പെട്ടെന്ന് മുക്കത്തില്ലേ. അപ്പൊ ഒരു നങ്ക് വറുത്തത്, നമ്മുടെ മുട്ടത്തോരൻ, മാങ്ങ ചമ്മന്തി അരച്ചു വെച്ചു, പിന്നെ നമ്മളെ ചള്ളാസ്. നല്ല രസമല്ലേ അങ്ങനത്തെ ചോറൊക്കെ. ചള്ളാസിനുള്ള തൈര് കടയിൽ കിടക്കുന്നേ ഉള്ളൂ, അതും ഇപ്പൊ മേടിച്ചോണ്ട് വരും. അപ്പൊ എല്ലാം അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചു. ഈ തക്കാളിക്കായി എൻ്റെ കൂട്ടുകാരിയുടെയാണ്, അവള് തന്ന തക്കാളിക്കാണ്. നല്ല ഫ്രഷ് തക്കാളിക്കല്ലേ, ഒരു വിഷം ഒന്നും ചേർക്കത്തില്ലാത്ത തക്കാളിക്ക. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ആരോഗ്യത്തിന്റെ രഹസ്യം കേട്ടോ. പിന്നെ ചക്കക്കുരു മാങ്ങയും കറി മതി 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 മതി, ഇത്രയും കറി മതി. നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നും അല്ല. ചെറിയ 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 കുഞ്ഞിക്ക കറിയൊക്കെ കൂട്ടി കഴിക്കാവുന്നവരല്ലേ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും. നമ്മളങ്ങ് ജനിച്ചപ്പോഴേ സ്വർണ്ണക്കരടിയും കൊണ്ടാണോ വീണത്? അല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും നല്ല 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 കറികൾ ഒത്തിരിയൊക്കെ ഇട്ട് കഷ്ടപ്പെടുത്താതെ, ഇതാണ്ടിരിക്കുന്നില്ലല്ലേ, കഷ്ടപ്പെടുത്താതെ നല്ല കറികളൊക്കെ അല്ല, ഒത്തിരിയൊക്കെ വെറുതെ വേസ്റ്റ് ആക്കി കളയാതെ കുഞ്ഞിക്ക ലുട്ടിലുടുക്ക് കറികളൊക്കെ വെച്ച് സന്തോഷമായിട്ട് ജീവിക്കുക അല്ലേ? ഇനി എന്നാ പരിപാടി? അപ്പൊ തോരൻ്റെ കൂടെ അങ്ങോട്ട് വെച്ചേക്കാം കേട്ടോ. കഴുകി വെച്ചേക്കോ. തോരനും കൂടെ വെച്ചാ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയിരിക്കാലോ. ഇന്നലെ ലൈവിൽ വന്നപ്പോ ഉണ്ടല്ലോ, കമന്റ് വരുന്നില്ല. കുറച്ചു പേരുടെ വരെ കമന്റ് വന്നു, പിന്നെ രക്ഷയില്ല. ഞാൻ എന്ത് ചെയ്യാന്? എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ബേക്കറി വല്ലതും ചെയ്യാൻ പറ്റുമോ നെറ്റിനകത്ത്? എന്ത് ചെയ്യും? ഞാൻ നിർത്തിയിട്ട് പോന്നു. നിങ്ങൾ വിചാരിച്ചാണ് അയ്യോ വെളിച്ചെണ്ണ കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ, പേടിക്കണ്ടേ, ആരും പേടിക്കണ്ട. തീർന്നെന്നും പറഞ്ഞ ആരും പേടിക്കണ്ട. എന്റെ വെളിച്ചെണ്ണ എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ അമ്പലങ്ങളിലെല്ലാം ഉത്സവമായല്ലോ. ഇന്ന് ഏറ്റുമാനൂർ അമ്പലത്തിൽ കൊടിയേറ്റ. അപ്പൊ ഞങ്ങള് വരും ഇടയ്ക്ക് ഒരു ദിവസം തൊഴാന്. ഒരു ദിവസം വന്ന് തൊഴും. നമ്മുടെ ഹെഡ് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം പോണം. നമ്മളല്ലേലും പോവല്ല, പക്ഷെ ഹെഡിന് എന്താ തിക്ക് കൊള്ളാൻ മേല. അമ്പലത്തിലൊക്കെ പോയാലത്തെ അവസ്ഥ അറിയാലോ, തിക്ക് വരുമോ തിക്കില്ലയോ എന്നൊക്കെ. എന്നാലും കൊണ്ടുപോകും കേട്ടോ. ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോയില്ല, പിന്നെ എന്തെന്നാലേ. ഇപ്പൊ നമുക്ക് മുട്ടയുടെ ഇതും കൂടെ ഒഴിച്ചു കൊടുത്തേക്കാവേ. പിന്നെ എല്ലാവർക്കും എന്നൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്നെ സഹായിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. കുറെ നാളായി ഞാൻ നന്ദി പറഞ്ഞിട്ട്. എല്ലാവരും വിചാരിച്ചു കാണും ഇവൾ അഹങ്കാരിയായിപ്പോയി, ഇവർക്ക് നന്ദി പോലും ഇവള് പറയത്തില്ല. ഒരു അഹങ്കാരവും ഇല്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്നും എനിക്ക് കടപ്പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടല്ലേ ഞാൻ ഈ നിലയിലൊക്കെ എത്തുന്നത് അല്ലേ? അല്ലെ എൻ്റെ വീഡിയോ ഒന്നും കാണാതെ ഈ സ്പൂണേ ആരും മുട്ടയായത് ചോദിച്ചു തന്നെ നടക്കാം. അല്ല എൻ്റെ വീഡിയോ ഞാൻ വലിയ ക്യാമറയിടും, നിങ്ങൾ കണ്ടില്ലെങ്കിൽ എനിക്ക് ആര് തരാൻ അംഗമൊക്കെ അല്ലേ? അപ്പം ഇതെടുത്ത് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് നമുക്ക് കാണാവേ. അങ്ങനെ അതെല്ലാം കഴുകി വെച്ചു. തോരനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്താ തുണിയൊക്കെ നനച്ച് നേരത്തെ ഇട്ടു. കുറെ മെഷീനകത്ത് വിട്ടു. കൈകൊണ്ട് നനയ്ക്കുന്നതൊക്കെ കൈകൊണ്ട് നനച്ചു. ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും ഇതൊക്കെയല്ലേ പരിപാടികളല്ലേ? അയ്യോ എന്റെ പൊന്ന നങ്കേ, ഇനി എന്നെ കൊല്ലല്ലേ, മൂത്ത് അങ്ങ് പോയി എന്നെ പറ്റിക്കല്ലേ. എന്റെ ജീവനായ കൊച്ചിന് ഇഷ്ടമുള്ള സാധനമാണ്. രണ്ടാം മൂത്ത് ഇളയതിന് ഇഷ്ടാട്ടോ. ഇളയതിന് അത്ര വലിയ ഇഷ്ടമില്ല,
എന്നാലും ഞാൻ പറയും മര്യാദയ്ക്ക് കൂട്ടിക്കോണം എന്ന് പറയും. അപ്പൊ കൊച്ചാദ്യം തൊട്ട് ഇടയ്ക്കൊക്കെ ഉണക്കമീൻ ഇച്ചിരി ഒരിതൊക്കെ കാണിച്ചു ചന്തു കേട്ടോ ഇളയാള്. അപ്പൊ ഞാൻ എന്നെ വീണ്ടും കൊടുത്തു. കാരണം ഒരാൾ കൂട്ടിപ്പടിച്ചിട്ട് കാര്യമില്ലല്ലോ. കൊച്ചുനാളത്തെ കാര്യം പറയുന്നത്, ഒരാൾ കൂട്ടിപ്പടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ജോലിയല്ലേ. ചില വീടുകളിലൊക്കെ കാണത്തില്ല 2 ടൈപ്പ് കറിയൊക്കെ വെക്കുന്നത്. ഞാൻ വെക്കത്തില്ല. കാരണം കൊച്ചിലെ തന്നെ ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് 2 പേരും കഴിച്ചോളെന്നും പറഞ്ഞു കൊടുത്തു. പക്ഷെ ആദ്യമൊക്കെ ഇവൻ ഭയങ്കര വില്ലനാ, ഇളയവൻ വില്ലനാ. അവൻ പറഞ്ഞു അമ്മ എനിക്ക് ഇഷ്ടമില്ല, അതിനൊരു വല്ലാത്ത ഒരു ഇതില്ല മോനെ കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടി പറഞ്ഞ് അവനും അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്നും പറഞ്ഞ് ഭയങ്കര ഇഷ്ടമുണ്ടെന്നല്ല പറഞ്ഞ. മൂത്തതിന് ജീവന, പച്ചമീനേക്കാൾ ജീവന ഉണക്കമീൻ. അതാണ് പറഞ്ഞു വന്നത്. അപ്പം ഞാനിപ്പോ രണ്ടാമത്തേനെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ജോലിയാണോ അല്ലയോ? രണ്ടാമത്തേന് പച്ചമീൻ മേടിച്ച് അതിന് വേറെ സ്പെഷ്യലായിട്ട് വറക്കണം ഇല്ലേ? ശരിയല്ലേ പറഞ്ഞത്? അതിനാണ് ഞാനിങ്ങനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിള്ളേർക്ക് അങ്ങനെ നിർബന്ധ ബുദ്ധികളൊന്നുമില്ല. ഇത്തിരി പുളിശ്ശേരി ഉണ്ടെങ്കിൽ സന്തോഷം കേട്ടോ. അത് നമുക്കൊരു നിർബന്ധമല്ലല്ലോ. എന്താണേലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ സഹായിച്ചു കൊടുത്തില്ല പിന്നെ നമ്മൾ തള്ളയായിട്ട് എന്തിനാ ജീവിച്ചിരിക്കുന്നത് അല്ലേ? ശരിയാണോ അല്ലയോ? അതെ, ശരി തന്നെ. സുന്ദരിയാണ്. 2-3 ദിവസമായിട്ട് സുന്ദരി തന്നെ മുട്ടയിടുന്നുള്ളൂ. മറ്റവളും തങ്കച്ചിയും അവളും ഒക്കെ കള്ളികളാ. പൊരുന്നയാന്നും പറഞ്ഞ് അഭിനയിച്ചിരിക്കുക. വീണ്ടും സുന്ദരിയുടെ മുട്ടയാണ്. നങ്ക മൂത്തു പോലെ. നങ്കൊക്കെ ഇത്ര മൂത്താ മതി. പെട്ടെന്ന് മൂക്കും നങ്ക്. അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇട്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇത് 10 ദിവസം ഇടണം കേട്ടോ. എല്ലാവരും അടിപൊളി സാധനമാണ്. ഉടനെ തന്നെ റിസൾട്ട് കിട്ടും. അതാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതുപോലെ മുടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എല്ലാവരും എടുക്കണം കേട്ടോ. എല്ലാവർക്കും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം ഒരു ദിവസം നമ്മുടെ മറ്റുള്ള സ്ഥലത്തുനിന്ന് നമ്മളെ കാണുന്നവര് അതിശയപ്പെടണം. തോരനും റെഡിയായ അതിശയപ്പെട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ മാറ്റി വെക്കാവേ. അതിശയപ്പെട്ട് കണ്ണ് തള്ളണം. ഈ കേരളത്തിലെ ആൾക്കാർക്ക് ഇത്രയും മുടിയോ? ഇതുപോലത്തെ കുറെ യൂട്യൂബ് ബ്ലോഗേഴ്സ് വന്നുകൊണ്ടാണ് ഇങ്ങനെ മുടി വരുന്നതെന്ന് അവരറിയണം ലാസ്റ്റ് അല്ലേ? സത്യമാണോ പറയുന്നത്? ഞാൻ സത്യം തന്നെയായ കാര്യമാണ്. ബഹുത്ത് അച്ഛ കാര്യം ഹേ സത്യം മേ സത്യം ബോൾത്താ ഹേ. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. ശരിയല്ലേ? ശുക്രിയ. എല്ലാവർക്കും ശുക്രിയ ഉണ്ട്. എന്റെ ചിലപ്പോ ഹിന്ദി തന്നെയായിരിക്കും ഞാൻ സംസാരിക്കുന്ന ചില ദിവസങ്ങളിലെ വീഡിയോയില്, ചിലപ്പോ ഇംഗ്ലീഷ് തന്നെയായിരിക്കും. നിങ്ങൾ ഇട്ടറിഞ്ഞിട്ട് ഓടുമെന്ന് എനിക്കറിയാം. ഇംഗ്ലീഷ് കേൾക്കുമ്പോ ഇട്ട് എറിഞ്ഞിട്ട് ഒറ്റ ഓട്ടോടും. ചേച്ചിക്ക് വട്ടായെന്നും പറഞ്ഞ ആരോ ഒരാൾ പറഞ്ഞായിരുന്നേ വൈറ്റ് സ്റ്റുഡിയോ എടുത്തപ്പോഴേ വട്ടാണല്ലേ എന്നും ചോദിച്ചു വിട്ടിട്ടുണ്ട്. കറക്റ്റ് ആട്ടോ. ആ പറഞ്ഞ ആള് ചോദിച്ചത് കറക്റ്റായ കാര്യാട്ടോ. ചെരുപ്പ് ഉണ്ടായിരിക്കും ഇച്ചിരി, ക്ഷമിച്ച് കളഞ്ഞേരും കേട്ടോ. ആ സബ്സ്ക്രൈബേഴ്സിനോടാ ഞാൻ പറയുന്നത്. ഇച്ചിരി വട്ടൊക്കെ ഇല്ല പിന്നെ എന്തിനാ ജീവിക്കുന്നത്? അയ്യോ, ഒരു ലക്ഷമില്ല ദാഹം. നാരങ്ങയോടെ നീ കലക്കണം. ഇച്ചിരി കഴിഞ്ഞിട്ട് വരാവേ. അപ്പം നമുക്ക് കുറച്ച് നാരങ്ങ വെള്ളം അങ്ങ് പിഴിഞ്ഞ് വെച്ചേക്കാം കേട്ടോ. പിഴിഞ്ഞിട്ട് വരാവേ. നാരങ്ങ വെള്ളം പിഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ പണ്ടത്തെ പാട്ടൊക്കെ ഇങ്ങനെ ഓർത്ത് പിഴിയുമായിരുന്നേ. ഏതാണെന്നറിയാവോ? വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഹിതനതര കാന്തിയോ ഓമനേ പറയൂ നീ പിന്നിൽ നിന്നും മാറിവൻ ലാവണ്യമേ. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. മുഖമാമിൻ മനസ്സിൽ ഘനമായി നീ ഉണർന്നു. മുഖമാമിൻ മനസ്സിൽ ഘനമായി നീ ഉണർന്നു. ഹൃദയ മൃദുല തന്ത്രിയേകു ദേവാമൃതം.
എങ്ങനെയുണ്ട് എൻ്റെ പാട്ട്? അപ്പം നമ്മുടെ നാരങ്ങാവെള്ളം ഇച്ചിരി കൂടെ ശരിയാക്കട്ടെ. ചേട്ടൻ മീൻ മേടിക്കാൻ പോയ ഒരു പോക്കാണേ. പോയിട്ട് വന്നപ്പം ഇവിടുത്തെ ശിശു കുഞ്ഞുവാവയ്ക്ക് നോക്കിക്കേ എന്തൊക്കെയാണ് മേടിച്ചുകൊണ്ട് വന്നത്. ഇത് വലിയ വാവയ്ക്കും കൂടെ ഉള്ള കേട്ടോ. വലിയ വാവയ്ക്ക് ഇത് ഇഷ്ടമാണ്. ഇതൊക്കെ കുഞ്ഞുവാവയുടെയാണ്. ഇതൊക്കെ കുഞ്ഞുവാവ. ഇത് ഏറ്റവും കുഞ്ഞുവാവയ്ക്ക്, ഇവിടുത്തെ മുതുമുത്തശ്ശിക്ക് കുഞ്ഞുവാവ, അതായത് നമ്മുടെ രാജുവിന് ബ്ലൂ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊച്ചിന് ഇഷ്ടമുള്ള കളർ ലേസിന്റെ ബ്ലൂ കളറാണ് ഇഷ്ടം അല്ലേ. അപ്പം അവനുള്ളത് സൂക്ഷിച്ച് പാത്തു വെക്കും ചേട്ടൻ കൊണ്ടുപോയിക്കോട്ടോ. ആ ഓരോന്ന് ചേട്ടൻ കൊടുക്കത്തുള്ളൂ, പാത്തു കൊണ്ട് വെക്കും. ഒറ്റ പ്രാവശ്യം അതുകൊണ്ടാണ് പാത്തു വെക്കുന്നത്. അത് തന്നെ. നമ്മുടെ ഉച്ച വരെയുള്ള സർവ്വ പണികളും കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എല്ലാവർക്കും യൂസ്ഫുള്ളായ പുതിയൊരു ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഓരോരുത്തർ കാണിച്ചത് തന്നെയാണ്. അപ്പോൾ ആ കാണിച്ചതിനകത്ത് ഓരോരുത്തർ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഡൈയും കൂടാണ്. അപ്പം പുതിയ പുതിയ ആൾക്കാരെ മുടി ആദ്യമായിട്ടൊക്കെ നരയ്ക്കാൻ തുടങ്ങുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നിലോട്ടും പോവണ്ട. ഇതിന് നമുക്കിപ്പോൾ ഹെന്ന വേണ്ട, നീലേമരി വേണ്ട, ഒന്നും വേണ്ട. ഇത്ര ഇൻഗ്രീഡിയൻസ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം ഒറ്റ ആഴ്ച ഓരോരോ ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ എപ്പം നിങ്ങൾക്കൊരു 3-4 ആഴ്ച ഉപയോഗിച്ച് കഴിയുമ്പം ആ നരച്ച മുടി കറക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ മാസത്തിൽ 1 ആക്കുക. ഏറ്റവും ബെസ്റ്റാണ്. മുടി വളരാനും ബെസ്റ്റാണ്, മുടി നരയ്ക്കുന്നത് കറക്കാനും ഏറ്റവും ബെസ്റ്റാണ്. ഉപയോഗിച്ചവർ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ഇത് അടിപൊളിയാണെന്നുള്ളത് കേട്ടോ. അപ്പം ചെറിയ പിള്ളേരുണ്ടല്ലോ, ഈ കുട്ടി നരകളൊക്കെ വരുന്നവരും ഉണ്ടല്ലോ, അവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് അവർ പ്രത്യേകമായിട്ട് അവരോട് ഞാൻ പറയുവാണ്, നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക കേട്ടല്ലോ. അപ്പം ഞാൻ എന്തൊക്കെയാണ് വേണ്ടിയെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു തരാം. ഫസ്റ്റിലെ നമുക്ക് വേണ്ടത് 1 സ്പൂണ് അല്ലെങ്കിൽ 2 സ്പൂണ് ഉലുവ ഒരു പാത്രത്തിലോട്ട് എടുക്കുന്നു. ഈ വറക്കാനുള്ള നമ്മുടെ പാത്രമില്ലേ അതിനകത്തോട്ട് 2 സ്പൂണ് ഉലുവ ഇടുന്നു. അതിനുശേഷം വലിയ സവോളയുടെ ഒരു 4 സവോളയുടെ തൊലി മാത്രം എടുക്കുക കേട്ടല്ലോ. തൊലി എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ തൊലി മാത്രം എടുക്കുക. 1 മിനിറ്റ്. ആരോ വിളിക്കുന്നുണ്ട്. വിളിച്ചു ഉള്ളതാണ്, ഞാൻ ഫോൺ എടുക്കും വീഡിയോ പിടിക്കുമ്പോൾ. പിന്നെ തൊലി മാത്രം എടുക്കുക. തൊലി മാത്രം എടുത്തിട്ട് ഈ ഉലുവ ഇട്ട പാത്രത്തിലോട്ട് ആ തൊലിയും കൂടെ ഒരു 4 സവോളയുടെ വലിയ സവോളയുടെ 4 എണ്ണത്തിന്റെ തൊലി മാത്രം ഈ ഉലുവയ്ക്കകത്തോട്ട് തന്നെ ഇടുക. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിക്കൂർക്കയില. അത് നമുക്ക് ജലദോഷമോ നീരിറക്കോ ഇതൊക്കെ വരാതിരിക്കാൻ ഒരു 4 പനിക്കൂർക്കയുടെ ഇലയും കൂടെ ഇതിനകത്തോട്ട് ഇടുക. പിന്നെ വേണ്ടത് നമുക്ക് കറിവേപ്പില 2-3 തണ്ട്, അതായത് കറിവേപ്പില ഇങ്ങനെ നിൽക്കുമല്ലോ, അതിന്റെ 3 തണ്ട് എടുത്തിട്ട് ഊർത്തി ഇതിനകത്തോട്ട് ഇടുക. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിപ്പം വേണ്ടിയത്. ഇതിനെ നന്നായിട്ട് ഒത്തിരി കരിഞ്ഞു പോവല്ല, ഉലുവയൊക്കെ ഒരുമാതിരി കറുത്ത കളർ വരണം. ബാക്കിയെല്ലാം ഒന്ന് നന്നായിട്ട് ചൂടാക്കി ഒരുവിധം മൂപ്പിക്കുക. കറുത്ത് ഭയങ്കരമായിട്ട് പോവല്ല. മൂത്തെല്ലാം കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചു കഴിഞ്ഞ ശേഷം വേറൊരു പാത്രം വെച്ച് ഈ പൊടി തെള്ളിയെടുക്കുക, അരിക്കുക കേട്ടല്ലോ. നമ്മൾ പുട്ടിനൊക്കെ പണ്ട് പൊടിച്ചിട്ട് നമ്മൾ തെള്ളത്തില്ലേ എന്ന് പറഞ്ഞ തെള്ളിയെടുക്കുക, അരിപ്പയ്ക്കകത്ത് വെച്ച് തെള്ളിയെടുക്കുക. ആ പൊടി ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് എടുത്തിട്ട്, ഞാൻ ഇതെന്നാന്ന് ഇത്ര കാര്യമായിട്ട് പറഞ്ഞു തരുന്നത്, എൻ്റെ കസിൻ്റെ മോളെന്ന് പറഞ്ഞാൽ അവൾക്ക് 25 വയസ്സുണ്ട്. ആ 25 വയസ്സുള്ള മോള് തല നരച്ച് പതുക്കെ തുടങ്ങിയപ്പോഴത്തേക്കും അതിന് കല്യാണം പോലും കഴിച്ചിട്ടില്ല. ആ നരയ്ക്ക് വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഒരു 7 ആഴ്ച കഴിഞ്ഞെന്ന് പറഞ്ഞേ തേക്കാൻ തുടങ്ങിയിട്ട്, അന്നേരം ഉണ്ടേ ആ നരയെല്ലാം മാറി കറുത്ത മുടി തന്നെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരിക കേട്ടോ. പിള്ളേർക്കൊക്കെ നര വരുന്ന കഷ്ടമല്ലേ, മോനൊക്കെ നരയങ്ങാണ് ഇങ്ങനെ വന്നാൽ ഞാൻ ഇതേ യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അനുഭവമാണ്, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ തള്ളി ആ പൊടി എടുത്തിട്ട് ഇരുമ്പിന്റെ ചീനച്ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മുടെ തൈരില്ലേ, തൈര് വെച്ച് വേണം ഇത് കുഴയ്ക്കാൻ. ഇത് നമ്മുടെ തല തേക്കുന്ന രീതിയിൽ തൈര് വെച്ച് എത്രയും തൈര് ഒഴിക്കാം. നമ്മളിങ്ങനെ കുഴയുന്നിടം വരെ തേച്ച് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചിങ്ങനെ വെച്ചിട്ട് ഇച്ചിരി ലൂസായിട്ടിരിക്കണേ. ഇരുന്നിട്ട് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക.
4 മണിക്കൂറിന് ശേഷം മുടി അപ്പൊ തലേദിവസമോ പിന്നെ ഒക്കെ നമ്മുടെ എണ്ണമയം മുടിയിൽ ഒരിക്കലും എന്ത് വെച്ചാലും എണ്ണമയം കാണില്ല കേട്ടോ. എണ്ണമയെല്ലാം മാറ്റിയിരിക്കണം. 4 മണിക്കൂറിന് ശേഷം ഇതെടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് തല മുഴുവൻ തേച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂറിന് ശേഷം വെറും വെള്ളത്തിൽ കഴുകിക്കളയുക. കഴുകിക്കളഞ്ഞ ആഴ്ചയിൽ ഇത് ചെയ്ത എപ്പോഴാണോ മുടി നര നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നര കറക്കാൻ തുടങ്ങുന്നത്, അപ്പം നിങ്ങൾ മാസത്തിൽ 1 ആക്കുക. കറക്കുക എന്നുള്ളത് 100% ഉറപ്പായ കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പിന്നെ ഇനിയും നര വരുന്നവര് വരാൻ ഇപ്പം കുറച്ച് പ്രായമായിട്ട് ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴും നര ചിലവർക്ക് വരുമല്ലോ. അങ്ങനെയുള്ളവർക്കും ഒരു പ്രായം ഒത്തിരി ആവാതെ നരയ്ക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് നല്ലതാണ്. നമ്മളെപ്പോലെ എന്നെപ്പോലൊക്കെ പ്രായമായി നരച്ചവർക്കൊന്നും ഇനി ഇതൊന്നും പിടിക്കത്തില്ല. മുടിക്കും നല്ലതാ കേട്ടോ. ഇത് മുടി വളരാനും നല്ല, ഒരു ദൂഷ്യമില്ല. ഇതിനകത്ത് മൈലാഞ്ചിപ്പൊടി വേണ്ട, നീലമരിപ്പൊടി വേണ്ട, ഒന്നും വേണ്ട. ഒരിക്കലും ജലദോഷം ഒന്നും വരുത്തുമില്ല ഈ പനിക്കൂർക്കയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അടിപൊളി ഡൈയുടെ അല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.